വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23-ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് തീർത്തും മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് ഖോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായുസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. അതെ, അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന്. മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല. അദ്ദേഹം കാണാൻ പോലും നിന്നില്ല. വേറൊരാളുടെയും ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത്. അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. വേറെ ആർക്കും അങ്ങനെ ഒരു ഇതാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത്. ഇതിനെ നിയമപരമായി നേരിടാനാണോ? തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രസിഡൻ്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം. പ്രസിഡൻ്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിക്കട്ടെ. അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോൽപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച്, ഭരണാധികാരിയെ വെച്ച് ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ 25 വർഷമായി ഒരാളിരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു ഭരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്നതാണ്. അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതിൽ എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ച് പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പോൾ സുരേഷ് കുമാറും സിയാദ് ഖോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പം നിങ്ങളെല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല. എനിക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്ക് കോടതിയെ സമീപിക്കാൻ. പ്രധാന പോസ്റ്റുകളിലേക്കുള്ള പത്രിക തള്ളിയതിന് പിന്നാലെയാണ് ഇപ്പോൾ സാന്ദ്ര തോമസിന്റെ പ്രതികരണം.